സ്കൂളിൽ പോകണം കേട്ടോ. എന്നിട്ട് ഞാൻ ഉച്ചക്ക് ചോറ് ഇട്ടിട്ട് ഞങ്ങളെ വീടും അതിൻ്റെ ശേഷം വെള്ളം നമ്മൾ പേര് വെച്ചിട്ടും നമ്മൾ പോവില്ലേ. അതേപോലെ നിങ്ങൾ ജയിക്കും സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. ടാറ്റാ. അപ്പോൾ ഞാൻ ഈഗുവിനെ സ്കൂൾ ബസ് കയറ്റി വിടാൻ വേണ്ടിയിട്ട് മെയിൻ റോഡിലോട്ട് പോകണേ. അപ്പം ഞങ്ങളുടെ വഴിയിലേ കച്ചറ അടിച്ചിട്ടേക്കണോണ്ടിട്ടാട്ടാ ഇങ്ങനെ കിടക്കണത്. അപ്പം ഞങ്ങൾ മെയിൻ റോഡിലെത്തിയപ്പോഴത്തേനും ഈഗുവിൻ്റെ ഫ്രണ്ട് അവിടെ വന്നിട്ടുണ്ടേ. അപ്പോൾ രണ്ടുപേരും ഒരേ ക്ലാസ്സിലുമാണ് ഒരേ സ്കൂൾ ബസ്സിലുമാണ് പോണത്. അപ്പോൾ രണ്ടുപേരും കൂടി നല്ല സന്തോഷത്തിൽ കളിയാണേ. അങ്ങനെ കുറച്ച് നേരം ഒരു 15 മിനിറ്റൊക്കെ കഴിഞ്ഞപ്പോഴത്തേനും സ്കൂൾ ബസ് വന്നു. അപ്പോൾ ഞങ്ങൾ കൊച്ചുങ്ങളെ കയറ്റി വിട്ടിട്ടുണ്ട്. അതിനുശേഷം ഞങ്ങൾ ഒന്ന് എൻ്റെ വീട് വരെ പോകണേ കേട്ടോ. എന്നാൽ ഞങ്ങളൊക്കെ ഒരു ഇഞ്ചക്ഷൻ ഉണ്ട്. അപ്പോൾ അതെടുക്കാൻ വേണ്ടിയിട്ട് ചേട്ടനാണ് കൂടെ ഹോസ്പിറ്റലിൽ പോണത്. അപ്പോൾ ഞങ്ങൾ വീട്ടിൽ ചെന്നപ്പോഴത്തേനും അമ്മതേ രാവിലത്തേക്കുള്ള കറിയൊക്കെ വെട്ടിക്കൊണ്ടിരിക്കണേ. അപ്പോൾ ബീൻസാണ്. അപ്പച്ചൻ വല നീട്ടാൻ പോയിട്ട് വന്നിട്ടില്ല, അതുകൊണ്ട് മീനൊന്നും കിട്ടിയിട്ടില്ലെന്നൊക്കെ പറയുന്നുണ്ട് ഞങ്ങളോട്. പിന്നെ അമ്മയ്ക്ക് ഈ വീഡിയോ എടുക്കണതൊക്കെ ഭയങ്കര നാണക്കേടാണേ. അപ്പം അമ്മ അയ്യോ എന്നെ ഫോട്ടോയും വീഡിയോ ഒന്നും എടുക്കല്ലേ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം ഞാൻ ദേ എൻ്റെ വീട്ടിൽ വന്നിട്ടുണ്ട്. അപ്പോൾ ഈഗനെ രാവിലെ സ്കൂളിലാക്കിയിട്ടാണ് ഞാൻ ഇങ്ങോട്ട് പോകുന്നത്. അപ്പം ഞാൻ ചേട്ടനുണ്ട്. അപ്പോൾ എൻ്റെ ചേട്ടനെ ഇന്ന് ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി കൊണ്ടുപോകണം. കാലിൽ വണ്ടി വീണിട്ട് നരമ്പിന് ബ്ലോക്ക് ഉണ്ട്. അപ്പോൾ അതിന് ഇഞ്ചക്ഷൻ എടുക്കാൻ വേണ്ടി കൊണ്ടുപോകാനാണ് ഞങ്ങൾ ഇപ്പോൾ രാവിലെ ഇങ്ങോട്ട് വന്നത്. അപ്പോൾ വൈകിട്ട് ഇവിടെ നിന്ന് പോകുമ്പോൾ ഈഗനായിട്ട് ഞങ്ങൾ പോകും. അവളിപ്പോൾ രാവിലെ സ്കൂൾ ബസ്സിനാണ് പോയത്. അപ്പോൾ അതേ അപ്പച്ചൻ മീനൊക്കെ വിറ്റിട്ട് മീനൊക്കെ ഇട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞങ്ങളിതേ ഒന്ന് ആരോഗ്യ കേന്ദ്രം വരെയും പോകുന്നുണ്ട്. ചേട്ടൻ്റെ മോക്ക് പനി. അപ്പോൾ ചേച്ചിയുടെ കൂടെ ഞാനാണ് കൂടെ പോണത്. അപ്പം ഞങ്ങളിതേ വഴി കൂടി നടന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ചേട്ടനും ചേട്ടനും എൻ്റെ ചേട്ടനും കൂടി അവരുടെ ഹോസ്പിറ്റലിലോട്ടും ഞങ്ങൾ നേരെ ആരോഗ്യ കേന്ദ്രത്തിലോട്ടും പോകണേ. കുറേ നേരം നിന്നിട്ടാട്ടോ ഞങ്ങൾക്ക് ഓട്ടോ കിട്ടിയത്. ഓട്ടോ കിട്ടാൻ ഭയങ്കര പാടായിരുന്നു. 10-20 മിനിറ്റ് നിന്നിട്ടാണ് ഞങ്ങൾക്ക് ഓട്ടോ തന്നെ കിട്ടിയത്. ആരോഗ്യ കേന്ദ്രത്തിൽ ചെന്നപ്പോഴാണെങ്കിൽ ഒടുക്കത്തെ തിരക്ക്. പിന്നെ അവിടെ ഇരുന്ന് കുറേ നേരം പോസ്റ്റ് അടിച്ച് പിന്നെയാണ് ഞങ്ങൾ ഡോക്ടറിനെ കണ്ടത്. അങ്ങനെ ഡോക്ടർ കുറച്ച് മരുന്നൊക്കെ എഴുതി തന്നായിരുന്നു. ഈ ഗമ്മക്ക് ഞാനൊരു മരുന്ന് വാങ്ങിച്ചായിരുന്നേ. അപ്പോൾ അതൊക്കെ ആയിട്ട് തിരിച്ച് ഞങ്ങൾ വീട്ടിലോട്ട് ചെന്നപ്പോഴത്തേനും അമ്മതേ രാവിലത്തെ നല്ല ചായയും പിന്നെ ഗോതമ്പ് ചപ്പാത്തി പയർ കറിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ ഗോതമ്പ് ചപ്പാത്തിയും പയർ കറിയും കഴിച്ചുകൊണ്ടിരുന്ന സമയം കൊണ്ടിട്ട് എൻ്റെ ഹസ്ബൻഡും എൻ്റെ അമ്മയും കൂടി കുറേ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പച്ചനപ്പോൾ അതേ നല്ല ആവോലിയും ഒരു വലിയ നച്ചക്കൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. ഞങ്ങളെല്ലാം കാരണം അപ്പനിന്ന് കാര്യത്തിലാണ്. അപ്പോൾ വല നീട്ടി കിട്ടിയതിൻ്റെ അകത്ത് നിന്നാണ് കൊണ്ടുവന്നത്. അപ്പോൾ അത് ഇവർക്ക് ചൂണ്ടയിടാൻ പോകണമെന്ന് പറഞ്ഞ് അളിയനും കൂടി പറഞ്ഞപ്പോഴത്തേനും ഞാൻ അവർക്ക് മൈദയുടെ ഇര സെറ്റാക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിൽ അവരുടെ സ്പെഷ്യൽ കൂട്ടൊക്കെ ഉണ്ട് കേട്ടോ. അത് ഞാൻ നിങ്ങളോട് പറയില്ല, ചിലപ്പോൾ മീൻ കൂടുതൽ കിട്ടിയാലോ. അങ്ങനത്തെ ഇരയൊക്കെ സെറ്റാക്കി കൊടുത്തിട്ടുണ്ട്. അപ്പം ഞാൻ മൈദ റെഡിയാക്കാൻ വേണ്ടിയിട്ട് വെള്ളം ഒഴിച്ചപ്പോൾ കുറച്ച് കൂടിപ്പോയി. അപ്പോൾ അത് ചപ്പാത്തി കല്ലിൽ വെച്ചൊന്ന് ആവി കയറ്റിയിട്ട് നൈസാരിട്ട് ഉരുട്ടി കൊടുക്കണ്ട കേട്ടോ. അങ്ങനെ റെഡിയാക്കി വെച്ച ഇരയൊക്കെ ആയിട്ട് അവരിതേ പോകുന്നുണ്ട്. അപ്പോൾ അതേ അളിയനും കൂടി ഷോയൊക്കെ കാണിച്ച് പോകണുണ്ട് കേട്ടോ. നമുക്ക് കണ്ടറിയാം മീനൊക്കെ കിട്ടുമെന്ന്. അപ്പോൾ അപ്പുറത്തെ വീട്ടിൽ ആൻറ്റി വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അമ്മ ആൻറ്റീനായിട്ട് വിശേഷങ്ങളൊക്കെ പറഞ്ഞിരുന്നിട്ടാണ് ഉച്ചക്കത്തെ കറി വെച്ചത് കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് നല്ല ബീൻസ് മെഴുക്ക് പുരട്ടി പയറും പിന്നെ അപ്പം കൊണ്ടുവന്ന മീനൊക്കെ അമ്മ തിളപ്പിച്ച് തന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചേട്ടൻ നല്ല ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നന്നായിട്ട് ഒരു ഉച്ചയായപ്പോൾ തന്നെ ഇറങ്ങി വീട്ടിലോട്ട് ഞങ്ങളുടെ. അപ്പോൾ ഈഗുവിനെ ഞങ്ങൾ വൈകുന്നേരം ബസ്സിൽ തന്നെ കൊണ്ടുവരാമെന്ന് വിചാരിച്ച്. അങ്ങനെ ഈഗുവിനെ ഞാൻ ബസ്സിൽ നിന്ന് എടുക്കാൻ പോയപ്പോഴത്തേനും ഞങ്ങൾ മീൻ തട്ടി കയറി വൈകുന്നേരത്തേക്കുള്ള മീൻ വാങ്ങിച്ച്. ഞാൻ കോക്കാഞ്ചാളയാണ് വാങ്ങിച്ചത്. അപ്പോൾ അതുമായിട്ട് ഞാൻ തിരിച്ച് വീട്ടിലോട്ട് പോന്നു. അങ്ങനെ മീൻ വറുക്കാനും തിളപ്പിക്കാനൊക്കെ ആയിട്ട് മാറ്റി വെച്ചിട്ടുണ്ട്. പറയട്ടെ, ഇന്നത്തെ നമ്മുടെ വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം നാളെ മറ്റൊരു വീഡിയോ വീണ്ടും കാണാം. ബൈ ബൈ.